ഗായ്സ്, ഇൻട്രോ ഒന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല. കാരണം ഇന്ന് രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ രാവിലെ തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ അകത്ത് കയറി. ഇതാണ് നിളബേബിയുണ്ട്. അപ്പോൾ അബിതയ്ക്ക് വേണ്ടി കാത്തു നിന്നപ്പോഴത്തേക്ക് സ്പെഷ്യൽ ക്ലാസ്സിൽ എല്ലാവരും കയറിയെന്ന് അറിഞ്ഞപ്പം ഞങ്ങൾ പെട്ടെന്ന് ഓടി ക്ലാസ്സിൽ കയറി. അപ്പം അവൾക്ക് പേടിയാവുന്നു, മിസ്സ് കയറിയിടി പഠിപ്പിക്കും അതായത് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ക്ലാസ്സിൽ 2 അവർ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പീരീഡ് മിസ്സ് വന്നപ്പോൾ ഇത് അബിത, രണ്ടാമത്തെ കൂട്ടുകാരി. നമുക്ക് ഫീസ് അടയ്ക്കണമല്ലോ. അങ്ങനെ ഓഫീസ് റൂമിൽ പോയിട്ട് അവിടെ ഫീസ് എടുത്തുന്ന അവിടുത്തെ ചേച്ചിയെ കണ്ടില്ല. ഞങ്ങൾ ഒരുപാട് നേരം പോസ്റ്റ് അടിച്ച് അവിടെ നിന്ന്. അങ്ങനെ പിന്നെ ഫീസൊക്കെ അടച്ച് ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലോട്ട് കിടക്കും. അപ്പം മിസ്സുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകണം. എന്നിട്ടും പയ്യെ നടന്നാണ് പോകുന്നത്. അങ്ങനെ നിളബേബിയെ ക്ലാസ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വന്നത്. പിന്നെ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇടയ്ക്ക് നിന്ന് കയറി. അങ്ങനെ ഇടയ്ക്കെടുത്ത വീഡിയോ ആയത്. പിന്നെ അവൾ നിള കേട്ടോണ്ടിരിക്കുവാന്ന് തോന്നുന്നു ക്ലാസ്. അങ്ങനെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴത്തേക്ക്, ലഞ്ച് ബ്രേക്കല്ല, 3rd പീരീഡ് മിസ്സ് വന്നില്ല. അങ്ങനെ നിളബേബി അവിടെ കിടക്കുന്ന അവളും അബിതയും കൂടെ എന്തോ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി. അങ്ങനെ കമന്ന് കിടക്കുക. പിന്നെ 4th സെം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റുകളെല്ലാം വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുക്കുക. അങ്ങനെ ഇംഗ്ലീഷ് നമ്മുടെ ക്ലാസ്സിലെ വർഷയുടെ നിന്ന് വാങ്ങിച്ച് നമ്മൾ രണ്ടും പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കാൻ പോവുക. അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവർക്കും പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പിന്നെ അവർ പ്രിൻ്റ് എടുത്തപ്പം നമുക്ക് ഉള്ളത് പറഞ്ഞു. പിന്നെ മുമ്പേ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ എല്ലാം പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് ആ ചേച്ചി തന്ന്. അങ്ങനെ അതും പിന്നെ ഇംഗ്ലീഷിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക. ഇതിനകത്ത് അശ്വതി ഉണ്ടെന്ന് തോന്നല്ലേ. ഈ വീഡിയോയ്ക്കകത്ത് അശ്വതി ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റാണ്, കോമഡിയാണ്. അങ്ങനെ അവളുണ്ട്. പിന്നെ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ പ്രിൻ്റ് ഫുള്ള് കിട്ടി. അങ്ങനെ അതും കൊണ്ട് സൈഡിലോട്ട് മാറി നിന്നപ്പോഴത്തേക്ക് അബിത വന്നു. പിന്നെ അബിതയ്ക്ക് ഹിസ്റ്ററി വരെ പോകണമായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് നടക്കുക. ഞാൻ വിചാരിച്ച് സെക്കൻഡ് 2ാമത്തെ നിലയിലായിരിക്കുമെന്ന്. പക്ഷേ 2ാമത്തെ നിലയിലായിരുന്നു ഗായ്സ്, 3ാമത്തെ നിലയിലായിരുന്നു. പിന്നെ ആ പ്രിൻ്റ് എടുത്തതും എല്ലാം ആയിട്ട് ഞാനും അവളും കൂടെ നടന്ന് 3ാമത്തെ നിലയിൽ കയറി. അവിടെ അവൾ കൂട്ടുകാരിമാരുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് അങ്ങാണ്ട് ഫസ്റ്റ് അവർ വാങ്ങിച്ചെന്ന് തോന്നുന്നു. അതോ ഇനി അവളുടേത് മറ്റവർക്ക് പഠിക്കാൻ കൊടുക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവളുകൊണ്ട് കൊടുത്താൽ ഇതാ ഞങ്ങളുടെ താഴത്തെ വ്യൂ. അങ്ങനെ പിന്നെ അവളവിടെ നിന്ന് ടെക്സ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ താഴെ വന്ന്. ഇവളുടെ പേരും ആദിത്യ എന്നാണ്, ഈ ബാക്കിൽ നിൽക്കുന്ന. ഇത് അനഘ. അനഘയ്ക്ക് വന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് അനഘ. പിന്നെ അവരെന്തോ റിക്വസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക പ്രിൻസിപ്പളിൻ്റെ നിന്ന് എന്തോ വാങ്ങിക്കാൻ. അബിത അവിടെ ഭയങ്കര ചാറ്റിലും. അങ്ങനെ പിന്നെ ഞങ്ങൾ അബിത അറിഞ്ഞില്ലെന്ന് തോന്നി ഇതൊക്കെ എടുത്തത്. പിന്നെ ഇത് നിളബേബി ഇപ്പുറത്തിരുന്ന് അവളും ഫോണിൽ കുത്തുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഭാഗ്യ, എല്ലാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളിവിടെ ബാക്കിൽ നിൽക്കുന്ന നിളയുടെ ബാക്കിൽ നിൽക്കുന്ന ഗീതു. അങ്ങനെ കുറേ നേരം. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഇമോജി വന്നില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഞങ്ങൾ വെച്ച് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലെന്നും പറഞ്ഞ് പെട്ടെന്ന് എടുത്ത് ഇതൊക്കെയായിരുന്നു ഫുഡ്. 2 സൈഡിലും ഉണ്ടായിരുന്നു. 2 പേരും എനിക്ക് വാരി തന്നുകൊണ്ട് തന്നെ. പിന്നെ ക്ലാസ് ഉണ്ടെന്നറിഞ്ഞതിൻ്റെ മുഖഭാവമാണ് ഞങ്ങളെല്ലാം എല്ലാവരെയും. അവളുമാരാരും അറിയാതെ ഞാൻ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ബാഗൊക്കെ കൊണ്ടുവച്ച്, എക്സാം ഉള്ളതുകൊണ്ട് വേറെ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ബാഗൊക്കെ വെച്ച് അബിതയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമായിരുന്നു നമുക്ക്. അങ്ങനെ അങ്ങോട്ടേക്ക് നടക്കും. അപ്പോൾ നിള പറയുക അത് ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറമാണ് മെൻസ്, ഞങ്ങൾ വുമൻസ് അല്ലേ. അങ്ങനെ പിന്നെ അത് ചാടി പോവാമെന്നോ എന്തോ ഒന്ന് പറഞ്ഞത്. അങ്ങനെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അനഘയെ ഓടുക. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫസ്റ്റ് 4th അവർ ക്ലാസ് ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് കളി കളിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിൻസാറ്റ് കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവരതിന് വേറെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. പിൻസാറ്റിന് എന്തോ പിന്നെളുപ്പം എന്തോ ഒന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഫസ്റ്റ് അനഘയും നിളയുമായിരുന്നു. അങ്ങനെ പിന്നെ അവർ പോയി പിന്നെ ഒളിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കണ്ണടച്ചിരിക്കുക. ഇതൊക്കെ അവരറിയാതെ എടുത്തുക. ഗീതു ഇരുന്ന് ഉറങ്ങുന്ന നോക്കിയേ, അവൾ ഉറങ്ങിയ രീതിയിൽ തന്നെ ഇരിക്കുക, കണ്ണു അടച്ച് നോക്കിയേ. പിന്നെ ഈ വീഡിയോക്കകത്ത് നല്ലോണം ഗീതു ഉറങ്ങുക. അങ്ങനെ പിന്നെ തപ്പിപ്പറക്കുക. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ കിട്ടില്ല. ചൂടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ കിട്ടുന്നില്ല. അങ്ങനെ തന്നെ 2ാമത് ഞങ്ങൾ ഒളിപ്പിച്ചായിരുന്നു. ഞാനും വർഷയും കൂടെ ഒളിപ്പിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല.